ിലേക്ക് കോഴിക്കോട് കുറ്റ്യാടിക്കടുത്ത് ചൂരണിയിൽ കുട്ടിയാന പ്രതിഷേധക്കാർക്കിടയിലേക്ക് ഓടി. ആർക്കും പരിക്കില്ല. അപ്രതീക്ഷിതമായാണ് ആന റോഡിലേക്ക് എത്തിയത്. ആനയെ പിടികൂടാൻ നടപടി വൈകുന്നു എന്ന് ചൂണ്ടിക്കാട്ടി നാട്ടുകാരുടെ പ്രതിഷേധവുമുണ്ട്. മിഥില ബാലൻ ചേരുന്നുണ്ട്. മിഥില, ഇത് എങ്ങനെയാണ് ഈ കുട്ടിയാന നാട്ടുകാർക്കിടയിലേക്ക് ഓടിയെത്തുന്നത്? എന്തെങ്കിലും പ്രകോപനമുണ്ടോ? എന്തൊക്കെയാണ് വിവരങ്ങൾ മിഥില? ഉന്മേഷ്, ഈ ചൂരണി മേഖലയിൽ കഴിഞ്ഞ 2 ആഴ്ചയിലധികമായി ഈ കുട്ടിയാനയുണ്ട്. ഈ കുട്ടിയാനയുടെ ആക്രമണത്തിൽ 4ലധികം ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം പോലും വീട്ടുമുറ്റത്തെത്തിയ ഈ ആന ദമ്പതികളെ ആക്രമിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി. അങ്ങനെയാണ് ഇന്ന് രാവിലെ മുതൽ അവിടെ ഒരു പ്രതിഷേധം, കഴിഞ്ഞ ദിവസവും പ്രതിഷേധമുണ്ടായിരുന്നു, ഇന്ന് രാവിലെ മുതൽ അവിടെ പ്രതിഷേധം നടക്കുന്നുണ്ട്. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തുണ്ട്. വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ തടഞ്ഞുകൊണ്ടായിരുന്നു ഇവരുടെ പ്രതിഷേധം. ഈ ആനക്കുട്ടിയെ മയക്കുവെടി വെച്ച് അവിടെ നിന്ന് മാറ്റണമെന്നായിരുന്നു ആവശ്യമുണ്ടായിരുന്നത്. എന്നാൽ ഇതുവരെ അതിന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ തയ്യാറായിട്ടില്ല. അവർ കൃത്യമായ ഒരു മറുപടി ഈ പ്രദേശവാസികൾക്ക് അല്ലെങ്കിൽ ഈ പ്രതിഷേധം നടത്തുന്ന ആളുകളോട് പറയുന്നില്ല. ഇത്തരത്തിൽ അവിടെ പ്രതിഷേധം നടക്കുന്നതിനിടയിലാണ് ഈ ജനങ്ങൾക്കിടയിൽ, പ്രതിഷേധക്കാർക്കിടയിലേക്ക് ഈ കുട്ടിയാന ഓടിയെത്തിയത്. അപ്രതീക്ഷിതമായിട്ടായിരുന്നു ഈ ആന മുകളിലായിരുന്നു ഉണ്ടായിരുന്നത്. അത് ജനവാസ മേഖലയിലേക്ക്, അതായത് റോഡിലേക്ക് ഓടിയെത്തിയത്. പക്ഷേ ആർക്കും പരിക്കില്ല. നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാം. ആളുകളെല്ലാം തന്നെ, അവിടെ പ്രതിഷേധിച്ചു നിന്നിരുന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം തന്നെ ചിതറി ഓടുകയായിരുന്നു. ചൂരണി ജംഗ്ഷനിൽ നിന്നും അല്പം മാറിയിട്ടാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. ആ സമയത്ത് കുറച്ച് മുകൾ ഭാഗത്തായിട്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും RRT സംഘങ്ങളുമുണ്ട്. ഇപ്പോഴും അവിടെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ ഒരു പ്രതിഷേധം തുടരുന്നുണ്ട്. ഭാഗ്യമെന്ന് പറയട്ടെ, ഈ കുട്ടിയാന ഈ ഇത്തരത്തിൽ പ്രതിഷേധക്കാർക്കിടയിലേക്ക് ഇറങ്ങിയ സമയത്ത്, ഓടിയ സമയത്ത് ആർക്കും പരുക്കൊന്നും പറ്റിയിട്ടില്ല. എല്ലാവരും അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയായിരുന്നു. വലിയൊരു പ്രതിഷേധമാണ് ഈ മേഖലയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ 2 ആഴ്ചയിലധികമായി ഈ കുട്ടിയാന ആ മേഖലയിൽ നാശം വിധിക്കുന്നുണ്ട്, ആളുകളെ ആക്രമിക്കുന്നുണ്ട്, വാഹനങ്ങൾ എല്ലാം തന്നെ തകർക്കുന്നുണ്ട്. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ സ്വൈര ജീവിതത്തിന് ഭീഷണിയായി നിൽക്കുന്ന ഈ കുട്ടിയാനെ എത്രയും വേഗം അവിടെ നിന്നും മാറ്റണമെന്നാണ് ആവശ്യപ്പെടുന്നത് ഈ പ്രദേശത്തുള്ള ആളുകൾ. ഉന്മേഷ്, ശരി, വനംവകുപ്പ് അധികൃതരെ അക്കാര്യമാണ് നാട്ടുകാർ അറിയിക്കുന്നത്. മിഥില ബാലനാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിയത്.